പരിശുദ്ധ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി. ഞാൻ വരുന്നത് എറണാകുളം കാക്കനാട് നിന്നാണ്. ഞാൻ 2017 മുതലാണ് കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത്. കൃപാസനത്തിലെ പത്രം വഴിയാണ്. ആ സമയത്ത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായിരുന്നു. പത്രം കിട്ടിയതിന് മുതലേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു കുഞ്ഞിന് വേണ്ടി കൃപാസനം പത്രം ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2018 എനിക്ക് മാതാവിൻ്റെ കൃപയാൽ കുഞ്ഞിനെ കിട്ടി. അതിലൊരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 5ാമത്തെ മാസം പ്ലാസൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് 25ാമത്തെ ആഴ്ച എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് വിഷമിച്ചു. പെട്ടെന്ന് തന്നെ കൃപാസനം പത്രം ഞാൻ എടുക്കുകയും ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് കാണുകയും ഓൺലൈനായിട്ട് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു, ഇപ്പോൾ സിസേറിയൻ ചെയ്യേണ്ട, ഇനി നെക്സ്റ്റ് ടൈമിൽ പെയിൻ വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് മകനുണ്ടായി. ഇതെൻ്റെ അമ്മ ലിലി ജോസഫ്, എൻ്റെ മൂത്ത മകൻ ഗബ്രിയൽ അയ്യാൻ, 2ാമത്തെ മകൾ മറിയം നേറ. അങ്ങനെ ഇവനുണ്ടായിരുന്നു ഗബ്രിയൽ അയ്യാൻ. അതിന് നന്ദി സൂചകമായിട്ട് ആ സമയത്ത് ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. 6ാമത്തെ മാസം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇവന് ചോറൂണ് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി ഇവിടെ വിസിറ്റിങ്ങിന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മച്ചിയാണ്. അതിനുശേഷം എൻ്റെ ബ്രദർ എടുത്തു. എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ 2024 ആ സമയത്ത് എനിക്ക് ജോലിയുടെ റിസഗ്നേഷൻ റിലേറ്റ് ചെയ്തിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. എൻ്റെ മകൾ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഇത് മാറ്റി RTO ആക്കി, റിട്ടേൺ ടു ഓഫീസ് ആക്കി. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് 1 വയസ്സുള്ളത് കൊണ്ടും എൻ്റെ ഫാമിലിയെ ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തില്ല, പുറത്താണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയും ഞാനും മാത്രമേ ഉള്ളൂ മാനേജ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം വരെയും പോകാൻ പറ്റാത്ത സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ മഴവിൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടിയിലല്ലാതിരുന്നിട്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴവിലിൻ്റെ സാന്നിധ്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ 2024 സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ നിയോഗമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലി മെമ്പേഴ്സും മറ്റുള്ളവർക്കും വേണ്ടിയാണ് 6 നിയോഗങ്ങളും ഞാൻ വെച്ചിരുന്നത്. ഫസ്റ്റ് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കൈ ശ്രദ്ധിക്കുന്നത്. എൻ്റെ കയ്യിലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒരു ചെറിയ രീതിയിലെങ്കിലും മാറ്റം വന്നായിരുന്നു. വേറെ മരുന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് ഇവിടുത്തെ വിളക്കിൽ നിന്ന് ഞാൻ വിശുദ്ധ തൈലം ഞാൻ കയ്യിലൊക്കെ തേച്ചായിരുന്നു. 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഉണങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗം വെച്ചത്. 2025 പിന്നെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ നിയോഗം വെക്കുന്നത്. ആ സമയത്ത് മുതലാണ് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാതാവായിട്ട് ഉടമ്പടിയിലാണല്ലോ, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ലേ ഓഫും അതിനനുസരിച്ചുള്ള ഇഷ്യൂസൊക്കെ ഈ ടൈമിൽ നടക്കുന്നതുകൊണ്ട് വളരെ സ്ട്രഗിൾ ആയിരുന്നു ഒരു ജോലി കിട്ടാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡിലേ നടക്കുന്നത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിലായി കാരുണ്യ പ്രവർത്തികളുടെ പോരായ്മ ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ ഞാൻ ഇവൻ സ്കൂളിൽ പോകുമ്പോൾ ഇവളെ തൊട്ടടുത്തുള്ളൊരു ഡേ കെയറിലാക്കും. എന്നിട്ട് തൊട്ടടുത്തുള്ള പ്രോവിഡൻസ് ഹോം, കരുണാലയം, അവിടെയൊക്കെ പോയി അവിടുത്തെ അന്തേവാസികളായിട്ട് എൻ്റെ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യും. ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരും. പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി റോഡരികിൽ വിശക്കുന്നവർക്ക് കൊടുക്കും. അതേപോലെ സഹായം വേണ്ടവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ കാരുണ്യ പ്രവർത്തികളിലോട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഉപവാസമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും, ധ്യാനമൊക്കെ കൂടും, അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും, ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കൂടും. അങ്ങനെ കൂടുതൽ ഞാൻ കാരുണ്യ പ്രവർത്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. ഡിസംബർ 25-ാം തീയതി എനിക്കൊരു സ്വപ്നം വന്നു. നിനക്ക് ജോലി കിട്ടും എന്നുള്ളൊരു സ്വപ്നം എനിക്ക് ഒരു വൈദികൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അത് ആരാണെന്ന് എനിക്കറിയില്ല, ഒരു വൈദികൻ്റെ വേഷത്തിലാണ് വന്ന് പറഞ്ഞത്. അതിനുശേഷം ഫെബ്രുവരിയിൽ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വന്ന് മേടിച്ചു. എനിക്കൊരു ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം വന്ന് പറയണം എന്ന് പറഞ്ഞു. ഫെബ്രുവരി 7-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ സെയിം കമ്പനിയിൽ 3 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നീ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്ര ടൈമുണ്ട്, 90 ദിവസത്തിന് ശേഷമാണ് പിന്നെ റീഅപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു
ടൈം അവർ ഫിക്സ് ചെയ്തേക്കണോണ്ട് എനിക്ക് പിന്നെയും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഫെബ്രുവരി 6 ആ കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ലിജി ഈ ഇൻ്റർവ്യൂവിന് ലിജിക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നോടിയായി ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപവും അച്ഛൻ എനിക്ക് ബ്ലെസ് ചെയ്ത് തന്ന കാശുരൂപവും ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേ ദിവസം എനിക്ക് കിട്ടിയ ബൈബിൾ വചനം ഏശയ്യ 40 സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ടെന്നുള്ള വചനമാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടിയത്. പിന്നെ ഞാൻ ആ ബൈബിൾ അടച്ചു വെച്ച ആ ഒരു വിശ്വാസവും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ജോലി എൻ്റെ ഈശോ തരാനുള്ളതാണെങ്കിൽ എൻ്റെ ഉഴപ്പൊന്നും ഉണ്ടാവാതെ എന്നെ അമ്മ മാതാവ് എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയി. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം സെപ്റ്റംബർ മുതൽ ഞാൻ ആ കമ്പനിയിൽ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അറിയാം എത്രയൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഈ ഒരു അറ്റൻഡിങ് എനിക്ക് ഈശോ തന്നതാണെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. സെക്കൻഡ് റൗണ്ട് വരെ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ തേർഡ് റൗണ്ടിലോട്ട് എന്നെ സെലക്ട് ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലാങ്കായി. എനിക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി. അപ്പോൾ ഒരു കുട്ടിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിയിലൂടെ ടോക്കിലൂടെ കുറച്ച് ടോപ്പിക്സ് എനിക്ക് ചെറിയ രീതിയിലുള്ള ടിപ്സ് കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടിപ്സ് ഷെയർ ചെയ്തു. ദൈവാനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഉപ്പ് എൻ്റെ കയ്യിൽ വെച്ച് വിയർപ്പിലായിട്ട് ഇതായി പോയി. അപ്പോൾ ഞാൻ തേർഡ് റൗണ്ടിലോട്ട് പോയപ്പോൾ അവിടുത്തെ ടേബിളിൽ ഞാൻ ഈ ഉപ്പ് കുരിശത്തെ കുരിശ് അവിടെ വരച്ചു ആ മേശയിൽ. അങ്ങനെ ഇൻ്റർവ്യൂവിന് അവിടെ പാസ്സായി കിട്ടി. അതിന് ഈ പാസ്സായി കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്ത ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറും എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നോട് ഇൻ്റർവ്യൂവർ ചോദിച്ച ഇൻ്റർവ്യൂവിൻ്റെ ഡ്രസ്സിൻ്റെ കളറും വന്നിട്ട് ബ്ലൂ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായി. ഞാനതെൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് അറിയുന്നത് ഇനി അസസ്മെൻ്റ് എന്നുള്ളൊരു കടമ്പ. അതെനിക്ക് വളരെയധികം സ്ട്രഗിളായിരുന്നു. ഞാൻ അസസ്മെൻ്റ് ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് അസസ്മെൻറ്റ് വിത്തിൻ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ വന്നു, ഫെയിലായി. സെക്കൻഡ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ് അസസ്മെൻറ്റിന്. അപ്പോൾ ഒരുപാട് ടെൻഷനായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് അച്ഛൻ്റെ ബ്ലെസ്സിങ് പോയി മേടിക്ക്, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഫെബ്രുവരി 26 അതിന് മുന്നായിട്ട് ഫെബ്രുവരി 26 അച്ഛൻ പറഞ്ഞു ഗോൾഡൻ 7 എന്നുള്ളൊരു നമ്പർ. അപ്പോൾ ഞാൻ ആ ഫെബ്രുവരി 7 ഈ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് റിലേറ്റഡ് ആക്കി. അങ്ങനെ ഫെബ്രുവരി 26 ഈ നമ്പർ പറഞ്ഞതും 27 എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു സ്വപ്നത്തിൽ വന്ന് ഡേറ്റ് പറയുകയാണ് March 15 എന്നുള്ള നമ്പർ. അപ്പോൾ ഞാനിത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, March 15 എന്നുള്ള നമ്പർ കിട്ടുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് ഇൻ്റർവ്യൂവും അസസ്മെൻറ്റൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ ടൈമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടി 15 എന്തെങ്കിലും ഒരു നല്ല കാര്യം മാതാവ് നിനക്ക് ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും ആ 15 എന്നുള്ളൊരു ഡേറ്റ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സ്വപ്നത്തിലൂടെ പറഞ്ഞതെന്ന് പറഞ്ഞു. അസസ്മെൻറ്റ് പറഞ്ഞത് March 10 9 ഞാനിവിടെ വന്നു. ആ സമയത്ത് ഇവിടെ പരീക്ഷ നടക്കുന്നവർക്ക് വേണ്ടി ബ്ലെസ്സിങ് നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഡോക്യുമെൻറ്റ്സും കൊണ്ടുവന്നു. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ അച്ഛനോട് അങ്ങോട്ട് പറഞ്ഞു, അച്ഛോ March 15 എന്നുള്ളൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛനൊന്നും പറഞ്ഞില്ല. എന്നിങ്ങനെ നോക്കി ഞാൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ അസസ്മെൻറ്റ് എഴുതി. അസസ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പുറത്ത് പോയാണ് ഞാൻ ആ ചെയ്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എച്ച് ആർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് ഡിസ്ട്രാക്ഷൻ കാണിക്കുന്നുണ്ട് ലിജി, എന്തായാലും ഞങ്ങളൊന്ന് വെരിഫൈ ചെയ്യട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളൊരിതാണ്, കയ്യിൽ നിന്ന് പോവുമോ, എൻ്റെ ആ ഒരു ഉഴപ്പ് കൊണ്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നെക്സ്റ്റ് ഡേ തന്നെ മെയിൽ വന്നു, ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. March 11 March 13 ഞാൻ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്തു. വെരിഫിക്കേഷൻ കഴിഞ്ഞ് March 14 എനിക്ക് മെയിൽ വന്നു, ഓഫർ ലെറ്റർ വന്നു. 15 ഞാൻ ഈ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് സെൻഡ് ചെയ്തു. ഈ വരുന്ന April 20 അതായത് നെക്സ്റ്റ് വീക്ക് ഞാൻ US ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയിൽ ബെറ്റർ സാലറിയിലാണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനവിടെ April 20 ജോയിൻ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയ സാക്ഷ്യം. രണ്ടാമതുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ സാക്ഷ്യമാണ്. ഇവൾ മറിയം നൈറ. ഇവൾക്ക് ഇപ്പോൾ 3 വയസ്സ്. എന്നാൽ കഴിഞ്ഞ നവംബറിൽ 1.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾ കളിക്കുന്നതിനിടക്ക് ഞാൻ കുറച്ച് പണിയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. കളിക്കുന്നതിൻ്റെ ഇടക്ക് 1 രൂപയുടെ വലിയ കോയിൻ വിഴുങ്ങി. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മോള് വന്ന് പറഞ്ഞു, അമ്മ പൈസ വിഴുങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പിന്നീട് മറിച്ചൊന്നും ചോദിച്ചില്ല. ഇവനും വേറെന്തോ കളിയിലൊക്കെ ആയതുകൊണ്ട് ഇവനും ശ്രദ്ധിച്ചില്ല. അപ്പോൾ തന്നെ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടി ഇവളെയും കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേ, ഇത്രയും ചെറിയ കൊച്ച് 1 രൂപയുടെ കോയിനൊന്നും വിഴുങ്ങാറായിട്ടില്ല, അങ്ങനെ വിഴുങ്ങിയൊന്നുമില്ല, കൊച്ചു വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പാണോ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ കൊച്ച് പറയുന്നുണ്ട്, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇവളോട് ചോദിച്ചു, പൈസ വിഴുങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, പൈസ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനുള്ള ചാൻസ് ഒന്നും ഇല്ലടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോക്ക് ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മച്ചി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ ബേസിൽ ഡോക്ടർ സ്കാൻ ചെയ്തു. അതൊരു വലിയ കോയിനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എങ്ങനെ ഇത്രയും വലിയ കോയിൻ? കൊച്ചിന് യാതൊരു കുഴപ്പവും ഇല്ല, വിയർക്കുകയോ വോമിറ്റ് ചെയ്യുകയോ യാതൊരു പ്രശ്നവും ഇല്ല. ഇത്രയും വലിയ കോയിൻ എങ്ങനെ കൊച്ച് ഇറക്കി എന്നൊക്കെ ചോദിച്ചു. ഇത് വലിയൊരു പ്രൊട്ടക്ഷനാണോ? യാതൊരു കുഴപ്പം കൂടാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ, പക്ഷേ ഇനി ഇത് എങ്ങനെ പുറത്തോട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ ടെൻഷനായി. കാരണം എൻ്റെ വിചാരം ഒരു മരുന്നൊക്കെ വെച്ചാൽ പുറത്തോട്ട് വരുമല്ലോ എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ അതൊന്നും വെക്കാൻ പറ്റില്ല, കുട്ടിക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ, സർജറികളൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ സീനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഒന്നും തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം, ബട്ട് ബിറ്റ്വീൻ ഈ 2 ഡേയ്സിൽ എന്തെങ്കിലും കൊച്ച് അമിതമായിട്ട് വിറക്കുകയോ വോമിറ്റിങ്ങോ വേദനയുടെ എന്തെങ്കിലും സിംറ്റമോ നിർത്താതെ കരയോലോ കാണിക്കുകയാണെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ പോയതും ഡോക്ടേഴ്സിനെ കാണിക്കുന്നതും. ഫസ്റ്റ് ഡേ നോക്കി വരുന്നില്ല. സെക്കൻഡ് ഡേ ഞങ്ങൾ അന്ന് മുതലേ വിശുദ്ധ വസ്തുക്കൾ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇവക്ക് കൊടുക്കുന്ന വെള്ളത്തിലാണെങ്കിലും ഫുഡിലാണെങ്കിലൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കും. എല്ലാ ദിവസവും അവളുടെ വയറ്റിൽ ഉടമ്പടി തൈലം പൂശി കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ അവൾക്ക് നിരന്തരമായിട്ട് വിശുദ്ധ വസ്തുക്കൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. വേറെ മെഡിസിനൊന്നും നമുക്ക് അവർ തന്നിട്ടില്ല. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞു ഈ ഒരു കാര്യം. അപ്പോൾ ഉടമ്പടി എടുത്ത 2-3 ആൾക്കാർ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു, ലിജി പേടിക്കണ്ട, 3-ാമത്തെ ദിവസം എന്ന് നിനക്ക് കിട്ടുമായിരിക്കും ഇവിടെ, നീ പേടിക്കണ്ട, അവൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇതിൽ തന്നെ, അപ്പോൾ നീ പ്രാർത്ഥിക്ക്, 3-ാമത്തെ ദിവസം വരെ നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റേ, അപ്പോൾ അവൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3-ാമത്തെ ദിവസം എന്നുള്ള ഒരു ഇത് എനിക്ക് ഒരു സ്റ്റക്കായി. അപ്പം ഞാൻ 3-ാമത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നാളെയാണ് ഈ പറയുന്ന 3-ാമത്തെ ദിവസം. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഇത് ഇവിടം വരെ എത്തി, നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ഞാനത് സെക്കൻഡ് ഡേയിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി എന്നെ കൊണ്ടുപോയി ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് വൻകുടലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ കൊയിൻ ആയതുകൊണ്ട് ഇത് വൻകുടലിലൊരു ഒരു ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, അവിടെ വെച്ച് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ കുട്ടി എന്തെങ്കിലും ഒരു സിംറ്റം കാണിക്കും. അപ്പോൾ തന്നെ ഡിലേ ആക്കരുത്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. നമുക്ക് സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് സർജറി ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് പേടിയും ടെൻഷനും ആയി. ഞങ്ങളപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉടമ്പടി എടുത്തിട്ടുള്ളവരോടും ഞാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടിയിലുള്ളവരെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 3-ാമത്തെ ദിവസം ഇവിടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ വേറൊരു പ്രൈവറ്റ് ഡോക്ടറിനെയും കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ടെൻഷനായി. അത് ആ കോയിൻ പുറത്തോട്ട് ഞങ്ങൾക്ക് 3-ാമത്തെ ദിവസം തന്നെ കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ ഈ 2-ാമത്തെ മോളുടെ സാക്ഷ്യം. 3-ാമതായി എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. ഇവൻ ഗബ്രിയൽ അയാൻ, 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അല്പം ഇത്തിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു ടൈപ്പാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ക്ലാസ്സിൽ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ആയിരുന്നു. ടീച്ചേഴ്സ് ഡെയിലി വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറയും. ഗബ്രിയലിൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണീരിൽ നിന്ന് വെള്ളം വരും. ദൈവമേ ഇന്ന് എന്താണെന്നാവോ ഒപ്പിച്ചേക്കണേ എന്നൊരു ടെൻഷൻ വരും. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇവനെ പറയും, എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, കാരണം അടങ്ങിയിരിക്കില്ല, മറ്റുള്ള കുട്ടികളുടെ ഫുഡ് എടുക്കുന്നു, അവരെ തല്ലുപിടിക്കുന്നു, ടീച്ചേഴ്സ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലോട്ട് പോവുകയാണ്. പള്ളിയിലാണെങ്കിലൊക്കെ അതെ. അപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ ഇവന് വിശുദ്ധ തൈലം ഞാൻ അവന് തേച്ച് കൊടുക്കും. തേൻ അവൻ തന്നെ ഉപയോഗിക്കും. എന്നിട്ട് ഇവൻ തന്നെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇപ്പോൾ ഇവൻ പറയും. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, എൻ്റെ കുറവുകളെല്ലാം നിർവകളായിരിക്കണമേ, എൻ്റെ പഠനാശത്തിലും എൻ്റെ സ്വഭാവത്തിലും നിറക്കണമേ, നല്ല മകനായി യേശുവിൻ്റെ മകനായി ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈ ഒരു പ്രാർത്ഥന ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും, അമ്മ മാതാവേ, ഇവനെ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാനുള്ളതാണ്. ഇവൻ്റെ സ്വഭാവത്തിൽ നല്ല ചേഞ്ചസ് വരുത്തണം. ഇവൻ ഡിസിപ്ലിനും അതിന് പ്രായത്തിനനുസരിച്ചുള്ള കുരുത്തക്കേട് നമുക്ക് സഹിക്കാം. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ആയാൽ നമുക്കും ഇവനും അതിനനുസരിച്ചുള്ളൊരു ഇഷ്യൂസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവനിപ്പോൾ ഞാൻ വിചാരിച്ചതിനും കൂടുതൽ പ്രാർത്ഥനയിൽ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനകളിലും ഇവനും എന്നോടൊപ്പം പങ്കെടുക്കും. അതുപോലെ ബൈബിളൊക്കെ എഴുതാൻ ഇവനും ആക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. ജപമാല എല്ലാ ദിവസവും എത്ര ലേറ്റ് ആയാലും ചൊല്ലിയിട്ട് കിടക്കാനും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഇവനും ആ ഒരു രീതിയിലായതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇവനിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്ത സാക്ഷ്യം ഇതെൻ്റെ അമ്മയാണ്, ലിലി ജോസഫ്. അമ്മച്ചിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഫസ്റ്റിൽ തന്നെ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ
ഒരു കാരണം ഞാനും അമ്മച്ചിയും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള കൂടെ ഒരു ഇത് വന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഓപ്പറേഷനൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് സൗഖ്യമൊക്കെ കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് നെക്സ്റ്റ് സ്കാനിങ് പറഞ്ഞത് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റിലാണ്. ഞാനപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ ഞാൻ വന്നു. അമ്മച്ചി സ്കാനിങ്ങിനായി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അമ്മച്ചി ആ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ദിവസം മുതൽ അമ്മച്ചിയുടെ ഉദരത്തിൽ ഞാനും അമ്മച്ചിയും കൂടി വിശുദ്ധ തൈലം പൂശി കൈയൊക്കെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഫുഡിൽ വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. വേറെ മരുന്നൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾക്കതൊരു വളരെ ആശ്വാസമായിരുന്നു. അടുത്ത സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വ്യക്തിയായിട്ടൊരു അകൽച്ച ഉണ്ടായിരുന്നു. ഞാനങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എനിക്ക് ഫസ്റ്റ് തന്നെ തന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇമേജ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിട്ട് കോംപ്രമൈസ് ആവാനായിരുന്നു. അന്ന് തന്നെ ഞാൻ വിളിച്ചു ആ വ്യക്തിയുമായി ഞാൻ കോംപ്രമൈസായി. നെക്സ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാത്രി നമ്മുടെ 5:30 പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് ഞാനൊരു സ്വപ്നം കാണുകയാണ്. നമ്മുടെ അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വാട്സപ്പിൽ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ അമ്മച്ചിയായിട്ട് പറയായിരുന്നു, നമ്മുടെ ഇവിടെ ഒരുപാട് പേര് ഉടമ്പടി ഉള്ളവരുണ്ടല്ലോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ വേണം, പക്ഷെ ആരും ഇനിഷ്യേറ്റ് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പേടിയായിരുന്നു അതൊക്കെ തുടങ്ങാൻ. അപ്പോൾ അന്നേ ദിവസം രാവിലെ ആ ടൈമിൽ എനിക്കൊരു മെസ്സേജ് വരികയാണ് വോയിസ് ആയിട്ട്, നീ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം, അമ്മയുടെ മക്കൾ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യക്തികളെ മാത്രമേ നീ അതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ആരൊക്കെയാണ് അമ്മ അത് വരുന്നത് ചോദിച്ചു. അപ്പം അമ്മ എനിക്ക് കുറച്ച് വ്യക്തികളുടെ ഇമേജാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ഇവരെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ അടുത്തുള്ളവരാണ്, പക്ഷേ ഞാൻ അങ്ങനെ അടുത്തുള്ളവരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല അവരൊക്കെ ഏത് രീതിയിൽ എടുക്കും ഞാനൊരു മെസ്സേജ് പറയുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാനപ്പോൾ അമ്മയോട് പറയണം, അമ്മേ ഞാൻ ഇവരെയൊക്കെ എങ്ങനെ എനിക്ക് അറിയ പോലും ഇല്ലല്ലോ, ഇവരെ കണ്ടിട്ടുണ്ട് അറിയില്ല എന്ന് പറഞ്ഞു. നീ അവരുടെ അടുത്ത് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ അമ്മച്ചെടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചു പറഞ്ഞു, എടി ഇത് മാതാവ് തന്ന മെസ്സേജാണ്, നീ ചെല്ലാൻ പറഞ്ഞു. ആ വ്യക്തികളെ നേരിട്ട് പോയി കണ്ടു. അങ്ങനെയാണ് അറിയുന്നത് അവരെ കുടമ്പടിയിൽ 2-3 ആൾക്കാരുണ്ട്, കുറച്ച് പേര് മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു, ആ ഗ്രൂപ്പ് തുടങ്ങി. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും. കരുണാനിലയം, പിന്നെ സ്നേഹനിലയം, പ്രൊവിഡൻസ് ഹോം, അവിടേക്ക് അവരെ അന്തേവാസികളെ പോയി മീറ്റ് ചെയ്യും. ഞങ്ങൾ കുടുംബം ഒത്തുടങ്ങാൻ മീറ്റ് ചെയ്യും. ഞങ്ങൾക്കൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ജപമാല ഞങ്ങൾ എത്തിക്കുമ്പോൾ തന്നെ സമർപ്പിച്ച് അതിൽ വിശുദ്ധ തൈലം പൂശി ദൈവവചനങ്ങൾ എഴുതി അത് അർഹതപ്പെട്ടവരുടെ കൈകളിലോട്ടാണ്. കാരണം ഇത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയും എൻ്റെ അനുഭവങ്ങൾ, ആ ടൈമിൽ അനുഭവങ്ങൾ പറഞ്ഞ് ഞാനത് കൊടുക്കാറുള്ളത്. പിന്നെ ചില അമ്മമാർക്കൊന്നും വായിക്കാൻ അറിയില്ലാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് ഞാൻ ചിലതൊക്കെ വായിച്ചൊക്കെ കൊടുക്കും. പിന്നെ ഭാഷ അറിയാൻ വേറെ ഭാഷയിലുള്ള പത്രം മേടിച്ച് ഞാൻ അവർക്ക് മേടിച്ച് കൊടുക്കും. പിന്നെ ഒക്ടോബറിൽ ഞാനിവിടെ കുമ്പസാരത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഉപവാസ പ്രാർത്ഥന എടുക്കാൻ പറഞ്ഞു 40 ദിവസത്തെ. അങ്ങനെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എടുത്തപ്പോൾ 24ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അന്ന് 11:30 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ തിരിയിൽ തെളിഞ്ഞു വന്നു. പിന്നെ മാർച്ച് 31-ാം തീയതി മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരു തെളിഞ്ഞു വന്നു. പക്ഷെ അതിവിടെ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ച വന്നിട്ടുണ്ട്. ഞാൻ സൺഡേ മാത്രം കുർബാന കൂടുന്നൊരു ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഡെയിലി വൈസ് എനിക്ക് കുർബാനയിലുള്ള പങ്കാളിത്തം എൻ്റെ കുടുംബത്തോടെ പങ്കെടുക്കാനുള്ളൊരു ഇത് കിട്ടി. 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, അതേപോലെ ധ്യാനം കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രീഡ് എല്ലാ ദിവസവും കൂടും, ടോക്സ് കേൾക്കും, ഷെയർ ചെയ്യും, ധ്യാനം സ്റ്റാറ്റസ് ഇടും. അങ്ങനെ ഒരുപാട് ആത്മീയ പ്രവർത്തികളിലൂടെ എൻ്റെ കുടുംബം മുന്നേറാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡും ബ്രദറും കൂടുതൽ ആത്മീയപരമായ രീതിയിൽ വളർച്ചയിൽ സാധിച്ചു. പിന്നെ അപ്പോൾ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ഒരുപാട് വളർച്ചകൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാതാവിൻ്റെ കൃപയാൽ സാധിച്ചിട്ടുണ്ട്. അതിന് അമ്മയോട് ഞാൻ കൂടുതൽ നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എനിക്ക് നിരവധിയായ കൊച്ചു നന്മകളും വലിയ നന്മകളും പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. അത് എല്ലാം ഇപ്പോൾ ഇവിടെ പറയാൻ സാധിക്കില്ല. എൻ്റെ മകൻ്റെ പേരിൽ ഉടമ്പടി പുതുക്കിയ സമയത്ത് എനിക്ക് ലഭിച്ച നന്മകളാണ്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. മകളുടെ ജോലി എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതിയിരുന്നു. എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വചനമാണ്. പലപ്പോഴും നമ്മൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും ക്ഷീണിതരായിട്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ തളരാം, ജീവിത പ്രശ്നങ്ങളിൽ മടുത്തു പോകാം. എന്നാൽ ദൈവം പറയുന്നത് നിൻ്റെ ക്ഷീണം ഞാൻ മാറ്റും, നിൻ്റെ ശൂന്യത ഞാൻ നീക്കുമെന്നാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
ഉടമ്പടി മക്കൾക്കുള്ള ഒരു വലിയ വാഗ്ദാനം ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യമാണ്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ആ സമർപ്പണത്തിലാണ് നമ്മുടെ ക്ഷീണവും നമ്മുടെ ദുഃഖവും നമ്മുടെ കടബാധ്യതയും എല്ലാം അകറ്റുന്ന ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നാം മുന്നോട്ട് നയിക്കുന്നത്. ഈ മകന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് നല്ലൊരു ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നല്ലൊരു ഒപ്പീനിയനാണ് കിട്ടിയത്. അത് ഈശോയുടെ മമ്മയുടെ വലിയൊരു കൃപയാണ്. കാരണം ഈ മകൾക്ക് അത് മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഈശോയുടെ മമ്മയോട് പ്രാർത്ഥിച്ച് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളായ തൈലമാണ് ആ കുട്ടി പ്രാർത്ഥന കഴിഞ്ഞ് അവൻ തന്നെയാണ് പ്രാർത്ഥിച്ചു എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നല്ലൊരു മകനായിട്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിൽക്കുന്നത്. മകനോട് പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചത് എനിക്കെന്ന് ഉടമ്പടി എടുക്കാമെന്നാണ്. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈശോയുടെ മമ്മയോടുള്ള ആ സ്നേഹം 16 വയസ്സ് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ കുട്ടിയോട് ഇപ്പം തന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ കൂടി അവൻ കടന്നു പോയപ്പോൾ അവൻ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും അവൻ തന്നെയുള്ള ഒരാഗ്രഹമാണ് അമ്മയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്കെന്ന് ഉടമ്പടി എടുക്കാമെന്ന് ചോദിക്കുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കുട്ടികളുടെ ഭാവിയെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ നേർവഴിയെ തന്നെ ഈശോയും അമ്മയും കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് വഴി കാണിച്ചു കൊടുത്താൽ മാത്രം മതി. കുട്ടികളെ എന്ത് തന്നെ ആയാലും ഏത് വിധത്തിലായാലും ഏത് പ്രശ്നത്തിലായാലും നമ്മളൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. അമ്മയുണ്ട്, കൂടെയുണ്ട്. ഈശോയാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്, ഈശോയുടെ കയ്യിലാണെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചു പിള്ളേർ അമ്മയുടെയും ഈശോയുടെയും കരയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് വന്ന യൂട്രസിലുണ്ടായിരുന്ന അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യമാണ് ഈശോയും അമ്മയെ കൊടുത്തത്. ഉടമ്പടി ജീവിതത്തിലൂടെ ആ കൊച്ചുകുട്ടിയുടെ വയറ്റിൽ പോയ കോയിൻ വിഴുങ്ങിയ ആ സംഭവം അത് വളരെ ചെറിയ പ്രായത്തിൽ 2 വയസ്സായ കുട്ടിക്ക് ഒരു വലിയ കോയിൻ എക്സ്റേയിൽ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നതാണ്. പക്ഷേങ്കിൽ അവിടെയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും അങ്ങനെ ആ കുട്ടിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ആ കടമ്പ കടക്കുവാനായിട്ട് ഈശോയും അമ്മയും കൂടെ നിന്ന് സഹായിക്കുകയാണ് ഈ മകളെ ചെയ്ത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സംരക്ഷണവും സുരക്ഷിതത്വവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ സംരക്ഷിച്ച ഈശോയും അമ്മയുമാണ് ഈ മകളെ ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി കൊണ്ടുവന്നത്. ഉടമ്പടി ജീവിതം നമ്മളെ വിളിക്കുന്നത് അനുദപിക്കുക, നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ്. കൂടുതൽ രമ്യതപ്പെടുവാനും മറ്റുള്ളവരോട് കൂടെ കൂടുതൽ സഹകരിക്കാനും ക്ഷമിക്കുവാനും സഹകരിക്കുവാനുമുള്ള ശക്തിയാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മരിയൻ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കലാണ്, ഒരു റിന്യൂവലാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും എല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം.